നമസ്തേ. എൻ്റെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണും. ഞാനിപ്പോൾ നിങ്ങൾക്ക് സുപരിചിതനാണെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ ഞാൻ പേര് പറയുന്നു, തമ്പി നാഗാർജുനൻ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ കൂടെ ഒരു കുട്ടിക്കുറുമ്പനെ ഉള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ, അഖിൽ. ആ അഖിൽ പുളിക്കനൻ അല്ലെങ്കിൽ അഖിൽ ടോണിയാണ് എന്നോടൊപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി എന്നെക്കാട്ടി ഈ കാര്യങ്ങൾ പറയാൻ കാര്യം എൻ്റെ ഈ ആധുനിക ലോകത്ത്, അതായത് ഈ കമ്പ്യൂട്ടർ ലോകത്ത് ഈ ഫോൺ കൊണ്ടു നടക്കുന്നതല്ലാണ്ട് ഇതിൻ്റെ ഒരു 98% ഉപയോഗങ്ങളും ഈ 60 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ചോദിച്ചാൽ ഏറ്റവും കൂടിയ ഫോണും ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ വേണം, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണ്, ലീഗൽ കോമ്പിനേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ പറയാൻ എന്നെക്കാട്ടി മിടുക്കൻ ദൈവം. അതുമാത്രമല്ല, കനാബിസിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം ഈ കുറഞ്ഞ കാലയളവിൽ. ആ ബുക്ക് ഞങ്ങൾ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെയൊക്കെ ധാരണ ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായും എല്ലാ ഇതിനെക്കുറിച്ചും അറിയാവുന്നതാണ്. ശരിക്കും സത്യം അതല്ല. അപ്പോൾ അവർ ക്ലാസ് കേട്ട് കഴിയുമ്പോഴാണ് അവർക്ക് ഇതിനെക്കുറിച്ച് പല ആയുഷ് ഡോക്ടേഴ്സിനും, പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടേഴ്സിനൊക്കെ പണ്ട് ഒരു പ്രശ്നം ഉണ്ടായത്, ഈ മാജിക്കൽ റെമഡീസ് ആക്ട് പണ്ടുണ്ടായിരുന്ന സമയത്ത് അന്ന് ഈ ഇവരുടെ അരിഷ്ടത്തിനകത്ത് 15% കൂടുതൽ ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് കുറേ ആളിലേക്ക് ജയിലിലിടും. കാരണം അന്ന് മദ്യത്തിന് 78%-ഉം ഈ അരിഷ്ടത്തിന് 18%-ഉമാണ് ടാക്സ്. സർക്കാരിൻ്റെ നികുതി ചോർച്ചയ്ക്ക് ഇത് പാവപ്പെട്ട ആയുർവേദ വൈദ്യന്മാർ കാരണമാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് പല വൈദ്യന്മാരെയും എക്സൈസുകാർ പിടിച്ചകത്തിട്ടത് കാരണം ഇങ്ങനെയുള്ള കഞ്ചാവ് അല്ലെങ്കിൽ കറപ്പെന്നൊക്കെ പറയുമ്പം അവർക്ക് അറിയാണ്ട് തന്നെ അടിവയറ്റി തീയളവും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള അവരെക്കുറിച്ച് ആയുഷ് വഴി ഒരു ധൈര്യം കൊടുക്കാനും അതിൻ്റെ നിയമ പഠനമൊക്കെ നമ്മുടെ അഖിലാണ് സാർ. നമസ്തേ. ഓക്കെ, അപ്പോൾ നമസ്കാരം. എൻ്റെ പേര് അഖിൽ ടോണി. അപ്പോൾ സ്വാമി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കാനബിസ് കമ്പനി റൺ ചെയ്യണത്. ഇതിനകത്തോട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യണ സമയത്ത് അവിടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കണേ. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യണുണ്ടായിരുന്നു അവരുടെ പ്രൊഡക്ട്സ്. അങ്ങനെയുള്ള ടൈമിലാണ് ഈ ഹെമ്പ് ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോൾ വണ്ടറായി പോയി. എന്നാലും ഇത് കഞ്ചാവല്ലേ, ഇതിങ്ങനെ ബ്രാൻഡ് ചെയ്ത് ഇറക്കാൻ വേണ്ടി പറ്റുമോ? അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ സ്റ്റഡി ചെയ്ത് അങ്ങനെ എന്തൊരു കാര്യം ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വരെ ഞാൻ സ്റ്റഡി ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. മോഡേൺ മെഡിസിനിൽ ഒരുപാട് അപാകതകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേദനക്ക് ഡോക്ടർ ഒരു ഗുളിക തരും, സ്ട്രെസ്സിന് വേറെ ഗുളിക തരും, ആൻസൈറ്റിക്ക് വേറെ ഗുളിക, വിശപ്പില്ലാത്തതിന് വേറെ ഗുളിക. അപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാവണ ഒരു 10 രോഗങ്ങൾക്ക് 10 ഗുളികകളാണ് ഡോക്ടർമാർ കൊടുക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ ഹെമ്പിലോട്ട് പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് കൺസെപ്റ്റ് തന്നെയാണ് അത്. ഹോളിസ്റ്റിക് ഹീലിംഗ് എന്നാണ് അതിനെ പറയണത്. അപ്പോൾ ഈ കൺസെപ്റ്റിലോട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയത്. എന്ന് വെച്ചാൽ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ഇത് മൂന്നും ഒരുമിച്ച് നർച്ചർ ചെയ്തിട്ട് രോഗത്തിനെ ട്രീറ്റ് ചെയ്യണ ഒരു തരം കൺസെപ്റ്റാണ് ഹോളിസ്റ്റിക് ഹീലിംഗ്. അപ്പോൾ ഈ ഹെമ്പ് അതേപോലത്തെ ഉള്ള മെഡിസിൻസ് ആണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ്ഫുൾ ആയിക്കണം. ഇപ്പം നമ്മുടെ ഈ ഹെമ്പിൻ്റെ ലീഫ് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻ റിലീഫിന് ആ സെയിം എക്സ്ട്രാക്ട് ഉപയോഗിക്കുക. സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ലീപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സെയിം മെഡിസിൻ യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ഹിസ്റ്ററിയിൽ ഇത് തുളസി പോലെ ട്രീറ്റ് ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ആയിരുന്നു. എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ തുളസി പോലെ നട്ട് പിടിപ്പിച്ച് വെച്ചാൽ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിരുന്നു. പിന്നെ 1845 അല്ലേ, 1845 നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യനെ കോളനൈസ് ചെയ്ത ടൈമിൽ ഇവിടെ ആൽക്കഹോൾ ഇവർക്ക് സെയിൽസ് കൂട്ടാനും, കാരണം അതിൽ നിന്ന് പറഞ്ഞ ഒരു ടാക്സ് ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചത്. ആ ടൈമിൽ ആൽക്കഹോളിൻ്റെ സെയിൽസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമായിട്ട് കനാബിസ് ബാൻ ചെയ്തത്. എക്സാക്ട്ലി. അതിനകത്തൊരു ഒരു കാര്യം ഇവിടെ ഉണ്ട്. അവനവൻ്റെ വീട്ടിൽ കഞ്ചാവ് വളർത്തി കഴിഞ്ഞാൽ ഇവർക്ക് നീതി പിരിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ ഫ്രീ ലൈഫ് ഉള്ളവനാണ്, അവൻ വേറെ തന്നെ അടിമപ്പണി ചെയ്യില്ല. അപ്പോൾ ഇവരുടെ ഈ തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം, അങ്ങനെ പ്ലാന്റേഷൻ ഇവർക്ക് വളർത്താനും അവരുടെ കളേഡ് ചാരായം, നമ്മുടെ ചാരായം തന്നെ അവർ കളർ ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ അടിച്ചേൽപ്പിക്കാനും സിഗരറ്റ് വിൽക്കാനും ഒക്കെ ആയിട്ട് അവർ കറക്റ്റ്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇപ്പോഴത്തെ അലോപ്പതി മെഡിസിൻസ് ഇവര് ഒരുതരം മാഫിയ പോലെയാണ്. ഇപ്പം ആയുർവേദനെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദം നമ്മുടെ ട്രഡീഷനിലുള്ളതാണ്. ചൈന പോലത്തെ കൺട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രഡീഷൻ പവർഫുൾ ആക്കി അതാണ് അവർ അഡ്വാൻസ് ചെയ്യണത്. പക്ഷേ ചൈന പോലെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് ശരിക്കും ഇന്ത്യ. ഇവിടെ നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ട്രഡീഷനിൽ ഒരുപാട് അമൂല്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ
ബ്രിട്ടീഷ് കോളനൈസ് ചെയ്തതോടെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോവുകയും ഇപ്പൊ ഇവിടെ ഉള്ള യൂത്തിന് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് മൊത്തത്തിൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, ഇവിടുന്ന് പോയാലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് യൂത്ത് ജീവിക്കണത് തന്നെ. ഇവര് +2 വരെ പഠിക്കണത് തന്നെ ഇത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനാണ്. അല്ലാണ്ട് ഇന്ത്യയിൽ ഇവരൊരു ഫ്യൂച്ചർ കാണുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട്സ് ലോകം ഡിസ്ട്രോയ് ചെയ്യാൻ ഒരു ടൈമിൽ ശ്രമിച്ചത് കൊണ്ട് കുറെ കാര്യങ്ങൾ ഹിഡൻ ആണ് ഇപ്പോഴും. അതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ഹെമ്പ് കാനാബിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ബിസിനസ്സും ഇന്ത്യനെയും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബിസിനസ് എനിക്ക് ഏറ്റവും കൂടുതൽ കാനാബിസ് ആണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കാനാബിസ് തന്നെ ചൂസ് ചെയ്ത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട്. ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ പാനലിലുള്ള ഡോക്ടേഴ്സൊക്കെ ഒരു ഇതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഇതിന്റെ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇതിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. കാരണം ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് ഒരു രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഡോക്ടർ ഉണ്ട് ഈപ്പൻ കോശി. പുള്ളി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യന്റിന്റെ അടുത്ത് ഡെയിലി ഒരു ആപ്പിൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഡോക്ടറിനോട് ചോദിക്കും അത് എന്തിനുള്ള മരുന്നാണെന്ന്. ശരിയാ, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവർക്ക് രോഗം പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിയില്ല. ഇവരുടെ നമ്മൾ ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും നമ്മുടെ ബോഡിയിൽ സെൽഫ് ഹീൽ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സിന്തറ്റിക് ആയിട്ട് ഡിറൈവ് ചെയ്ത മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽഫ് ഹീലിങ്ങിന്റെ കപ്പാസിറ്റിയാണ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമ്മുടെ സെൽഫ് ഹീലിംഗ് പവർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിസീസ് ക്യൂർ ചെയ്യുക എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ആശയം. അങ്ങനെ നല്ലൊരു ജോലി എന്ന് വേണമെങ്കിൽ മറ്റുള്ളവരുടെ നോട്ടത്തിൽ കൂടെ പറയാം. ലക്ഷക്കണക്കിന് സമ്പാദിക്കാൻ പറ്റിയത് വെറുതെ ഇരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സാംസങ്ങിൻ്റെ ഇൻറ്റേർണൽ വർക്ക് ചെയ്യുന്ന ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന ആ യുവ കോമളൻ അത് ഉപേക്ഷിച്ച് കഞ്ചാവിനിൽ പരകായ പ്രവേശനം നടത്തി. അതാണ് നമുക്ക് കിട്ടിയൊരു ഭാഗ്യം. ഇനി ആ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ? ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയുടെ ബ്രോഷർ അല്ലേ? അതെ, ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബ്രൗഷറാണ്. നമുക്കപ്പോ ഇത് തുടങ്ങുമ്പോ നമ്മുടെ ചെടിയുടെ CD എന്നുള്ള പ്രൊഡക്ട്സ്. തീർച്ചയായിട്ടും. ഓക്കെ, അതായത് എക്സൈസുകാരൻ താഴെ വീണ് കുറിച്ച് കഴിഞ്ഞാൽ 20 വർഷം പിടിച്ച് അകത്തിടാൻ പറ്റിയ കേരളത്തിലെ വേറെ ഒന്നുമില്ല കേട്ടോ. അതെ, അപ്പൊ ഇതാണ് നമ്മുടെ സീഡ്സ്, കാനാബിസിന്റെ സീഡ്സ്. അപ്പൊ ഈ സീഡ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതൊരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. കംപ്ലീറ്റ് ന്യൂട്രീഷൻ അടങ്ങിയേക്കണ ഒരു ഫുഡാണ്. അല്ലാണ്ട് ഇത് തലക്ക് പിടിക്കാനുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇത് FSSAI ആക്ടിൽ ഇതിനെ ഫുഡായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോട്ടീൻ, omega-3, omega-6, omega-9, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇതിനകത്തുള്ള. അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. എന്നിട്ട് ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്യണ 2 പ്രൊഡക്ട്സ് ആണ്. ഇതിൻ്റെ ഹാർട്സും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെല്ല് കളഞ്ഞതും, പിന്നെ ഇതിൻ്റെ ഓയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെംസീഡ് ഓയിൽ. അപ്പോൾ ഇതിന് നമ്മൾ ഒമേഗ ഓയിൽ എന്നാണ് ബ്രാൻഡ് ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്ത് 85% ഒമേഗ കണ്ടൻസാണ്. പിന്നെ വൈറ്റമിൻ ഇ, GLA അങ്ങനെയുള്ള കുറേ ന്യൂട്രീഷ്യസ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് ഹോർമോൺ ഇംബാലൻസ്, ഇത് ഇൻടേക്ക് ചെയ്യണമെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, പിന്നെ ഈ നമ്മുടെ സ്കിന്നിൽ തേക്കണമെങ്കിൽ ഡീപ്പ് നറിഷ്മെൻറ്റ്, മോയ്സ്ചറൈസിങ്, നമ്മുടെ സ്കിന്നിലെ എലാസ്റ്റിസിറ്റിയൊക്കെ സൂക്ഷിക്കാം, ആൻറ്റി ഏജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയറിനാണെങ്കിൽ ഹെയർ തിക്നെസ്സിന് യൂസ് ചെയ്യാം. ഹെയറിൻ്റെ നമ്മുടെ ടെക്സ്ചറും ആ കളറൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊരു മിറക്കിളായിട്ടുള്ളൊരു ഓയിലാണ്. ഇതിനൊരു റെഗുലേഷൻ്റെയും പ്രശ്നങ്ങളില്ല. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട. ഇത് ബോഡി മസാജിന് വേണ്ടി യൂസ് ചെയ്യാം. സ്വാമി പറഞ്ഞ പോലെ തന്നെ പ്രോസ്റ്റേറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്. കാരണം ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വെരി ഹെൽപ്ഫുള്ളാണ് ഈ ഓയിൽ. പ്രത്യേകിച്ച് ഒരു 60 വയസ്സ് കഴിഞ്ഞവർ ഇത് ഉപയോഗിച്ച് ബോഡി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന കംപ്ലയിൻസ്, അതായത് യൂറിൻ തടസ്സം, യൂറിൻ പോയാൽ അറിയാതെ വരിക, അല്ലെങ്കിൽ എറക്ഷൻ ഇല്ലാണ്ട് വരിക, ഇതിനൊക്കെ ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതിൽ ഈ omega-3യും 6ഉം വളരെ പ്രയോജനകരമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫിഷ് ഓയിലാണ്, ചാണ അയിലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് പകരം ഇതൊരു വെജിറ്റേറിയനിസം കൂടെ ഉണ്ട്. ഇത് അകത്ത് കഴിക്കാനും പുറത്ത് പരട്ടാനും ഉള്ളൊരു മഹാത്ഭുതമാണ്. ശരിക്കും ഈ ഫിഷ് ഓയിലുള്ള ഒമേഗ ഫാറ്റി ആസിഡ്സ് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഓയിൽ എടുത്ത് പൊട്ടിച്ച് തലയിൽ തേക്കാനൊന്നും പറ്റില്ല. കാരണം മീൻ എന്ന് പറഞ്ഞ നാറ്റമാണ് അതിന്. മീനിനെക്കാട്ടി നാറ്റമാണെന്ന് പറയാം. മീൻ പുഴുങ്ങിയിട്ട് ഉണ്ടാക്കണതാണ് ഫിഷ് ഓയിൽ.
ആനിമൽ ക്രൂവാലിറ്റി ആണ്, അതും വേറെ കാര്യം. അപ്പൊ ഇത് പ്ലാൻ ബേസ്ഡ് ആണ്, നമുക്ക് അത്രയും മോശം സ്മെല്ലില്ല. ഇത് ശരീരത്തിലും തേക്കാം, മുടിയിലും തേക്കാം. അതുകൊണ്ട് എന്തുകൊണ്ട് ഫിഷ് ഓയിലിന് ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ആണ് ഇത്. പിന്നുള്ളതാണ് ഈ സാധനം കനാറ്റോണിക്. അതെ. പിന്നെ ഈ കനാറ്റോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മെഡിസിൻ ആണ്, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്. ഇത് ആയുർവേദത്തിൽ ഷെഡ്യൂൾ D1 കാറ്റഗറിയിലുള്ള മെഡിസിൻ ആണ്. അതെ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് പെയിൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, മൈഗ്രെയിൻ, അപ്പറ്റൈറ്റ്, സ്ലീപ്പ്, IBS, ക്യാൻസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പല ആൾക്കാർക്കുള്ള ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒറ്റ മരുന്ന് മതിയാന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന് മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോഡേൺ മെഡിസിനെ പോലെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യണ ഒരു മെഡിസിൻ അല്ല. ഓൾ ബോഡി. അതെ, ഓൾ ബോഡി എന്ന് വെച്ചാൽ മോഡേൺ മെഡിസിനും ആയുർവേദം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ സിംറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ അകത്ത് എവിടെയോ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിൻ്റെ ഒരു സിഗ്നലാണ് സിംറ്റം എന്നാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. പക്ഷെ മോഡേൺ മെഡിസിൻ ഫാസ്റ്റ് റിലീഫിന് വേണ്ടിയിട്ട് അവർ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാക്കിയേക്കണേ. അല്ല, എല്ലാം ആൻറ്റിയാണ്. ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിഡോട്ട് എല്ലാം ആൻറ്റിയാണ്. എക്സാമ്പിൾ നമ്മുടെ പാരസെറ്റമോൾ എടുത്തിട്ടുണ്ടെങ്കിൽ, പാരസെറ്റമോൾ സാധാരണ നമുക്ക് ഒരാൾക്ക് പനി പിടിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബാക്ടീരിയയോ അല്ല നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡീസ് നമ്മുടെ ബോഡിയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആക്കിയിട്ട് ആ ബാക്ടീരിയസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഫീവർ. പക്ഷേ അലോപ്പതിയിൽ ആ മെഡിസിൻ എന്താ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിയിലുള്ള ഈ ടെമ്പറേച്ചർ ലോ ആവുകയാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ ഇമ്മ്യൂണിനെ അത് എഫക്റ്റ് ചെയ്യണില്ല. ശരിക്കും ഫീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണത്. പക്ഷേ ആയുർവേദത്തിൽ പനിക്കുള്ള മരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്നാണ്. അതുകൊണ്ട് ഇന്ന് പനി വന്ന് ഈ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പനി മാറില്ല. കാരണം അത് നമ്മുടെ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യണത്. അതിൻ്റെ ടൈം എടുക്കും, ഫാസ്റ്റ് റിലീഫ് അല്ല. ഇതും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സയൻസിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻഡോ കാനബിനോയിഡ് സിസ്റ്റം എന്നാണ് അതിനെ പറയണത്. നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോളജിക്കൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് പുറമെ എൻഡോ കാനബിനോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ഇത് ഈ റീസെൻ്റ്ലി 1990s ഇത് കണ്ടുപിടിച്ച് തുടങ്ങിയത്, ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബയോളജി ടെക്സ്റ്റ് ബുക്സിൽ പോലും ഇത് അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് അല്ല. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കാൻ കാരണം ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതുകൊണ്ട് തന്നെ. ഈ സിസ്റ്റം ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാനബിസ് ലീഗലൈസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഈ എൻഡോ കാനബിനോയിഡ് സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റവും റെഗുലേറ്റ് ചെയ്യാനും ബോഡിയുടെ അകത്തുള്ള ഒരു ഇൻറ്റേർണൽ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണ ആകെയുള്ളൊരു സിസ്റ്റം. അപ്പം ആ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യണതാണ് ഈ മരുന്ന് ചെയ്യണത്. ഡോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പോമിൻ, ഓക്സിറ്റോക്സിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദം തരുന്ന ചില സ്റ്റിറോയിഡ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഇത് വഴിയും ബൂസ്റ്റപ്പ് ചെയ്യും. പിന്നുള്ളത് ഇതാണ് നമ്മുടെ എലിവേറ്റ്. അതെ, ഇതിൻ്റെ ക്യാപ്സ്യൂൾസ് ആണിത്. ഇത് സ്ലീപ്പിനും പെയിനും നമ്മൾ കൊടുക്കാറ്. ഇത് 100 mg ആണ് ഒരു ക്യാപ്സ്യൂൾ. ഇത് എന്താ പറയുക, ക്യാൻസർ കെയർ എന്ന് പറയും. ഞാനന്ന് പറഞ്ഞില്ലേ ഡോക്ടർ CP മാത്യുവിൻ്റെ ഞാൻ ആ ടെക്സ്റ്റ് എടുത്ത് തരാം. ആ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ഏഡ് എടുത്ത് ഇദ്ദേഹം ശരിക്കും ഹൈക്കോടതിയിൽ ഇതിനെതിരെ സാങ്ഷൻ ചെയ്യാൻ വേണ്ടി കേസിന് പോയിരുന്നു. പക്ഷേ കോടതിയുടേതായ പരിമിതികളോട് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, എക്സിസ്റ്റിംഗ് ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മാജിക്കൽ റെമഡീസ് ആക്ട് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങളിപ്പം അതിന് ഞങ്ങളുടെ കമ്പനി ഇത് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ട്. അപ്പം മദനകാമേശ്വരിയിലെ ഇത് സഹസ്രയോഗത്തിലെ ഒരു ടെക്സ്റ്റാണ്. അത് പറഞ്ഞ കണക്ക് 56ഓളം മരുന്നുകൾ വരുന്നതാണ് ഇതിനകത്ത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയാഗ്ര പോലെ പെരുമാറുമെന്നുള്ളതല്ല, ടോട്ടൽ ബോഡി സിസ്റ്റം റിജുവിനേറ്റ് ചെയ്ത് 2-3 മാസം കൊണ്ട് നമ്മൾ ഒരു നല്ല നിലയിലെത്തി. ടെമ്പററി ആയിട്ട് കടയിൽ പോയി ഇതുകൊണ്ട് മേടിച്ച് കഴിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഹൈലും എത്തില്ല. പിന്നെ കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ കഞ്ചാവിന് 5 നിറമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. സ്പിരിച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂലാധാരം, അത് കഴിഞ്ഞിട്ട് മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഈ 7 നാഡികളുണ്ട്. അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കാനും നമുക്ക് നല്ലതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്പണിംഗ് അപ്പ്, അതായത് സ്പേസിലേക്കുള്ള ഒരു ഓപ്പണിംഗ്, ഇടയും പിങ്കളയും ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യാനും മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം,
ആജ്ഞ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രകൃതി, അത് സഹസ്രാരം. ഈ 7 ഇതിലേക്ക് പോകാൻ. പക്ഷേ ഇന്ന് ഇവർ കാണിക്കുന്ന കണക്ക് പിന്നെ കുണ്ടലിനെ ഉണർത്താനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയായ രീതിയിൽ കൂടെ ഹോണസ്റ്റായിട്ട് ജീവിച്ചാൽ തന്നെ നമ്മളെ ബോഡിയോട് തന്നെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. അപ്പം സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ബിലീഫ്, ലളിതമായുള്ളൊരു ജീവിതത്തിൽ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളെല്ലാം കഞ്ചാവ് കഴിച്ചോ, കഞ്ചാവ് വലിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. കാര്യം എനി കാർബൺ ഇൻ ടു ദി ബോഡി ക്യാൻ മേക്ക് യുവർ സിസ്റ്റം ഡൗൺ. അതുകൊണ്ട് ആവശ്യമില്ലാതെ കാർബൺ കഴിക്കരുത്. അത് ഡീറ്റോക്സിഫൈ ചെയ്യാൻ മാത്രമേ കാർബൺ ഉപയോഗിക്കാതെ. പ്രത്യേകിച്ച് സിഗരറ്റ് പോലും ഹൈ ആവരുത്. നിങ്ങളുടെ ലങ്സ് ഇല്ലാണ്ടാവും, പൾമനറി ഡിസീസസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആരോഗ്യകരമായൊരു ജീവിതം നിങ്ങളും സർക്കാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത് ബോധവൽക്കരണത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.